എന്തോന്നാടാ എന്നെ കണ്ടോണ്ട് അവിടെ ഒന്ന് പരുങ്ങുന്നു? ഒന്നുമില്ല, കൊച്ചമ്മയ്ക്കൊരു ശല്യാവണ്ടെന്ന് കരുതി പോയതാ. ആ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ ഇങ്ങോട്ട് കയറിയിരിക്കെ. അയ്യോ, ഞാനിവിടെ നിന്നോളാം. കൊച്ചമ്മയുടെ മുന്നിൽ ഇരിക്കാനുള്ള കുരുത്തക്കേട് ഗോപാലിനില്ലേ? കുട്ടൻ എങ്ങനെയാടാ അവിടെ? എങ്ങനെയെന്ന് ചോദിച്ചാ? ആ, സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ? വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ ദുസ്വഭാവം വല്ലതും ഉണ്ടോ? അയ്യോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോപാലിനെ ആ നിമിഷം ഇവിടെ അറിയിക്കില്ലേ? ആ, ചിലര് പറയണത് കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം ഉണ്ടാകാറുണ്ട്. സാറിന് ഇത്രയും നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കിട്ടിയത് സാറിന്റെ അമ്മയുടെ മിടുക്കൊണ്ടാണെന്ന ആളുകൾ പറയണത്. അവനെ ഞാൻ വരച്ച വരയിൽ നിർത്തി വളർത്തിയതാ. ഗോപാലിനറിയോ, 5 വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചതാ. അമ്മയും അച്ഛനുമായിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വരെ എന്റെ ഒരു വാക്ക് അവൻ മറികടന്നിട്ടില്ല. എന്നാലും നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ അടുത്ത് വേണം. ആ, എപ്പോഴാ ദുർബുദ്ധി തോന്നുന്നെന്ന് അറിഞ്ഞൂടാ. നീ എപ്പോഴും പിന്നിൽ വേണം. അയ്യോ, എല്ലാ കാര്യത്തിനും ഞാൻ പിന്നിലുണ്ട്. വീട്ടിൽ വരാൻ സമയമില്ലാണ്ട് എന്താണ് ആ കുട്ടൻ ഇത്ര വലിയ ജോലി അവിടെ? ഈ തേയില നുള്ളുന്നതും ചായപ്പൊടി ഉണ്ടാക്കുന്നതും ഒക്കെ അവൻ തന്നെയാ. അത് പിന്നെ നമ്മുടെ കണ്ണ് തെറ്റിയ ഒരു കാര്യവും ശരിയാവില്ല. എപ്പോഴും കൂടെ നിൽക്കണം. അതാണ് എസ്റ്റേറ്റ് ബിസിനസ്. എന്റെ കൊച്ചമ്മ, സത്യം പറയാലോ, സാറ് ജോലി ചെയ്യുന്ന കണ്ടാ കഷ്ടം തോന്നും. പാവം, കാലത്ത് 6 മണിക്ക് ഓരോന്നുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് ക്ഷീണിച്ച് അവസനായിട്ടാ വരുന്നത്. അതുവരെ എസ്റ്റേറ്റും ഓഫീസും ജോലിക്കാരുമായിട്ടുള്ള മൽപ്പിടുത്തവും. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ അവന്? ഇക്കണ്ട സ്വത്ത് മുഴുവൻ ഇവിടെ കിടക്കുമ്പോ അന്യനാട്ടിൽ ചെന്ന് ചായത്തോട്ടം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ സീത പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ലല്ലോ. സമ്പാദിച്ചു കൂട്ടാൻ മക്കളില്ല. പിന്നെ ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയോ? സീതയ്ക്ക് വേണ്ടിയോ? അവളുടെ കാര്യമാണെങ്കിൽ അതിലേറെ കഷ്ടം. പൂജയും വഴിപാടും വ്രതമായിട്ട് അതെങ്ങനെ? ആര് ചെയ്ത പാവം എന്തോ. ഒരു തലമുറ ഇതോടെ അന്യം നിന്ന് പോകുമല്ലോ എന്റെ ഈശ്വര. ആരുടെ കാര്യം അമ്മ പറയുന്നേ? നിന്റെ കാര്യം തന്നെ. എടാ, 10-42 വയസ്സായി. ഇനിയെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ നിനക്ക്? അയ്യോ, കൊച്ചമ്മ എത്ര വയസ്സാണ് പറഞ്ഞത്? 42. എന്റെ അമ്മോ. അമ്മ വെറുതെ പറഞ്ഞു എന്റെ വയസ്സനാക്കല്ലേ അമ്മേ. പിന്നെ നിനക്ക് എത്ര വയസ്സായി എന്നാ വിചാരം? 48 ജനുവരിയിൽ ഉള്ളതാ നീ. 90 ജനുവരിയിൽ 42 വയസ്സായി. നരച്ച മുടിയും മീശയും കറുപ്പിച്ചെന്ന് വെച്ച് നീ കൊച്ചു കുട്ടിയാവൂ? എന്ത് കേട്ടിട്ടാണ് ചിരിക്കുന്നേ? കഴുതേ. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നാണം കിടത്തുന്നേ? നമുക്ക് വേറെ ഒന്നും പറയാനില്ലേ? എടാ കുട്ടാ, എനിക്കോ വയസ്സായി. ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മരിക്കണമെന്നും ഒരു ആശ ഉണ്ടായിരുന്നു. ഇനി ആശിച്ചിട്ട് ഫലമില്ല. നീ ഇങ്ങനെ അന്യനാട്ടിൽ പോയി കിടക്കുന്നത് ശരിയല്ല. പോയില്ലെങ്കിൽ അവിടത്തെ കാര്യങ്ങൾ ആര് നോക്കും അമ്മേ? ആ നാശം അങ്ങ് വിറ്റു തൊലയ്ക്കണം. വിറ്റു തൊലയ്ക്കാനോ? ഇത്രയും കാലം ഞാൻ അവിടെ പോയി കിടന്ന് വേർപ്പൊഴി കഷ്ടപ്പെട്ട് വെറുതെ ആവൂലേ? വെറുതെ ആയിക്കോട്ടെ, സീതയ്ക്കും അത് തന്നെയാ ഇഷ്ടം. ഇനിയുള്ള കാലം നീ നാട്ടിൽ ഒന്ന് ജീവിക്കേ. എനിക്ക് വയ്യ. ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി കേട്ടോ. അമ്മയുടെ അഭിപ്രായം തന്നെയാണോ നിനക്കും? എസ്റ്റേറ്റ് വിൽക്കണോ? ഈ കഷ്ടപ്പാട് കാണുമ്പോ. കഷ്ടപ്പാടൊന്നുമില്ല. 5-6 കൊല്ലം നമ്മളെ മക്കളെ പോലെ പോറ്റി വളർത്തിയിട്ട് വിറ്റുകളയാനൊരു മടി. എനിക്ക് വിൽക്കണ്ട. അതല്ല, വേണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. നിന്റെ ഇഷ്ടമാണ് പ്രധാനം. കുട്ടേട്ടന്റെ ഇഷ്ടം നോക്കിയാ മതി. അപ്പോ കുറച്ചുനാളൂടെ കഴിയട്ടല്ലേ? മതി. എന്നാ നീ അത് അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. നാളെ ഞാൻ പോയാലോ എന്ന് ആലോചിക്കുക. ഓഫീസിൽ തീരാത്ത പണിയുണ്ട്. ജോലി ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ. നാളെ മുതൽ ടൗൺ ഹാളിൽ ഗീതായജ്ഞ ആരംഭിക്കുക. 2 ആഴ്ച നോയമ്പ് നോക്കണമെന്ന് കരുതിയതാ, അതും മുടങ്ങി. ആ, ഇനി എപ്പോഴാ വരുന്നേ? എന്താ ഇപ്രാവശ്യം വരുമ്പോ ഒരിടത്ത് പോണോന്ന് അച്ഛൻ വന്നപ്പോ പറഞ്ഞിരുന്നു. എവിടെ? തൃശ്ശൂർ ഒരു നാട്ടുവൈദ്യനുണ്ടത്രേ. നമ്മൾ 2 ആളും കൂടെ ഒന്ന് ചെന്ന് കാണണമെന്ന് രാധ അച്ഛനെ എഴുതി അറിയിച്ചതാ. ഫലിക്കുന്ന മരുന്നാ. ഒക്കെ വെറുതെ ഓരോ കേട്ടുകേഴ്വിയാണെന്നേ. എന്തെല്ലാം മരുന്നുകൾ കഴിച്ചു. നമുക്ക് യോഗമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യപ്പെടോ? പറയ്.
ഒരു കുഞ്ഞുണ്ടാവാത്തതിൽ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. അമ്മ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചു. ആലോചിച്ച് നോക്കിയപ്പോ അതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. വളച്ചേട്ടത് കാര്യം പറയും. കുട്ടികൾ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ ഒരു 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 ബന്ധം കൂടി ആവുന്നതിൽ എനിക്ക് വിരോധമില്ല. നിനക്ക് എങ്ങനെ മനസ്സ് വന്ന് സീത ഇത് പറയാൻ? വേറൊരു സ്ത്രീയെ അങ്ങനെ നമുക്ക് കുട്ടികൾ ഉണ്ടാവണ്ട. നിനക്ക് ഞാനും എനിക്ക് നീ, അത് മതി. ഈ അടുത്ത് കാണുന്ന പോലെയല്ലേ? ഈ കാണുന്ന പോലെ തൊട്ടടുത്ത് കാണുന്ന അതിനപ്പുറത്ത്. എന്താ ഇവിടെ എങ്ങനെയാ? നല്ല തണുപ്പുണ്ടോ? ചൂടാ. ഇയാൾ എല്ലായിടത്തും ഉണ്ടല്ലോ. സ്നേഹത്തോടെ ഒരു കാര്യം ചോദിക്കുമ്പോ അങ്കിൾ എന്തിനാ കിടന്ന് ചൂടാവുന്നേ? ഞാൻ കുറെ ദിവസമായിട്ട് നാട്ടിലായിരുന്നു, അതുകൊണ്ടല്ലേ ചോദിച്ചത് തണുപ്പാണോന്ന്. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇതാരാ പുതിയ കക്ഷി? ഏതായാലും മോളല്ല. അമ്മായിയമ്മ. ആരുടെ? തന്റെ. അത് ശരി, ആളാരാണെന്ന് അറിഞ്ഞാ മതി. എന്റെ അമ്മായിമ്മ ഇത്രയും ചെറുപ്പമല്ല. പോട്ടെ, കാണാം. എന്താ അങ്ങോട്ട് കളിക്കുന്നത്? ഓ കയറ്, താറ കയറ്. ഓ അതെ, വല്ല ഒത്തു കിട്ടിയോ? വളരെ മോശം. വെള്ളം കൊണ്ട് കുടിക്കാനില്ലെന്ന് പറയാറില്ലേ? എവിടെ നോക്കിയാലും ചവറ് പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് പ്രയോജനമില്ല. എന്തോ തടഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. തടഞ്ഞൂന്ന് പറയാറായിട്ടില്ല. ഒരു മത്സ്യം എങ്ങനെ മുന്നിൽ കിടന്ന് പിടയ്ക്കണം. ഏതാ കക്ഷി? ഒരു സ്വർണ്ണ മത്സ്യം. വെറുതെ എവിടാന്ന് വെച്ചതാ. പക്ഷേ ഗതികെട്ടാ പുലി പുല്ലിൻ തിന്നൂന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പൊന്നാൻ പുറന്നിറക്കി നോക്കാം. പിന്നെ ഈ 31 വയസ്സിന്റെ കണക്ക് ഇച്ചിരി ഓവർ ആവുന്നുണ്ട് കേട്ടോ. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അത് പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും. പൂവല്ലേ? ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. ചെല്, പോയി കാറിലേക്ക്. ഞാനങ്ങ് വന്നേക്കാം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ ഇവിടെ? അതൊരു രസീയൻ ചോദ്യമാണ്. പാട്ട് പാടുന്നവനോട് പാട് കാണാമെന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും. സോറി സർ. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. മേരി എന്താ ഇവിടെ? ഞാനിവിടെ വെറുതെ ഓരോന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാനും അതെ, ഓരോന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ നടന്നു. ഏകാന്തമായ സ്ഥലങ്ങളിലിരുന്ന് വെറുതെ സ്വപ്നം കാണുന്ന ഒരു സുഖമാണല്ലോ. വിരോധമില്ലെങ്കിൽ ഏകാന്തത അവസാനിപ്പിച്ച് കുറച്ചേരം നമുക്ക് ഒരുമിച്ച് നടക്കാം. വിരോധമൊന്നുമില്ല. മേരി എന്താണ് ആലോചിക്കുന്നത്? സാറെന്താണ് ആലോചിക്കുന്നത്? ഓർക്കാൻ സുഖമുള്ള ഒരുപാട് കാര്യങ്ങൾ. നിറഞ്ഞ പച്ചപ്പിലൂടെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ നടക്കുക. കായികനികൾ ഭക്ഷിച്ച് അരുവികളിലെ തെളിനീർ കുടിച്ച് വള്ളിക്കുടികളിൽ അന്തി ഉറങ്ങി കാടും മലകളും പുഴയും കുന്നുമൊക്കെ പിന്നിട്ട് അങ്ങനെ നടന്നു പോവുക. ഇടയ്ക്ക് വെറുതെ മോഹിച്ചുപോയി ആ പെൺകുട്ടി മേരിയായിരുന്നെങ്കിലെന്ന്. ഞാനും ആലോചിച്ചത് സാറിനെ കുറിച്ചാണ്. എന്നെ കുറിച്ചോ? അതെ, പിന്നെ എന്നെ കുറിച്ചും.
നമ്മളെല്ലാം എന്തെല്ലാം പൊയ്മുഖങ്ങളാണ് അണിയുന്നത്. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഒക്കെ നമ്മൾ നമ്മളെ വഞ്ചിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതാണ് സാറിനെ പോലെ എനിക്കുണ്ട് സ്വപ്നങ്ങൾ. ഇഷ്ടപ്പെട്ട ഒരാളുടെ നെഞ്ചിനോട് ചേർന്ന് നടക്കുക, കാലം മുഴുവൻ അയാളോടൊത്ത് കഴിയുക. അത് നടക്കുമോ? നടക്കും. മേരി വിചാരിച്ചാ മതി. ഞാൻ മാത്രം വിചാരിച്ചാ പോരാ, എന്റെ ഫ്രെഡിയോട് വിചാരിക്കണം. ഫ്രെഡിയോ? അതാര്? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ഓ, അങ്ങനെയാണല്ലേ. സാരമില്ല. ഞാൻ കണ്ടതെല്ലാം വെറും ദുസ്വപ്നങ്ങളാണ്. ഇല്ല, അതും സഫലമാവും. സീതാലക്ഷ്മി എന്നൊരു പാവം സ്ത്രീയില്ലേ, അവരെ ഞാൻ അനുവദിച്ചാൽ മതി.